ദൈവത്തെ നേടുന്നതാണ് ഏറ്റവും വലിയ നേട്ടമെന്നത് ധന്യൻ മാർ ഇവാനിയോസ് പിതാവിൻ്റെ വെറുമൊരു മുദ്രാവാക്യം മാത്രമായിരുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെയും ആത്മീയതയുടെയും യഥാർത്ഥ അടിസ്ഥാനമായിരുന്നു. പിതാവെടുത്ത ഓരോ തീരുമാനവും ദൈവത്തെ അറിയാനും ദൈവത്തെ സ്നേഹിക്കാനും മറ്റുള്ളവരെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കാനുമുള്ള തീവ്രമായ ആഗ്രഹത്താൽ നയിക്കപ്പെട്ടതായിരുന്നു. ദൈവത്തിൽ വേരൂന്നിയ ജീവിതത്തിന് വലിയ മൂല്യമുണ്ടെന്ന് പിതാവ് ഉറച്ചു വിശ്വസിച്ചു. ആധുനിക സമൂഹം പലപ്പോഴും വിജയത്തെ അളക്കുന്നത് ഭൗതിക അഭിവൃദ്ധി, പദവി, നേട്ടങ്ങൾ എന്നിവയിലൂടെയാണ്. എന്നാൽ ഏറ്റവും വലിയ വിജയം ദൈവത്തിൻ്റേതായിരിക്കുക എന്നതാണെന്നും അവിടുത്തെ ഹിതമനുസരിച്ച് ജീവിക്കുക എന്നതാണെന്നും പിതാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവം മാത്രം നമ്മുടെ സർവ്വസമ്പത്തായി കരുതി ദൈവിക അറിവിലും ജ്ഞാനത്തിലും നാം വളരണം. ദൈവമല്ലാത്തതെല്ലാം ഉപേക്ഷിക്കാനും പരിത്യാഗപൂർണമായ ജീവിതം നയിക്കാനും നാം തയ്യാറാകണം. യേശുപിതാവുമായി ഇടമുറിയാത്ത ആത്മബന്ധം പുലർത്തിയിരുന്നതുപോലെ നാം ക്രിസ്തുവുമായി ഒരിക്കലും വേർപെടുത്താനാകാത്ത ആത്മബന്ധം പുലർത്തുകയും ധ്യാന സ്നേഹമാർഗങ്ങളിലൂടെ മുന്നേറുകയും വേണം. ഇതാണ് മിശിഹാനുകരണത്തിലൂടെ ദൈവസമ്പാദനത്തിനുള്ള ഉത്തമ മാർഗങ്ങളായി മാർ ഇവാനിയോസ് പിതാവ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ദൈവസമ്പാദനത്തിന് അതിയായി ആഗ്രഹിച്ച് പിതാവ് പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥന നമുക്കും ഏറ്റുചൊല്ലാം. യേശുതമ്പുരാനെ, അവിടുത്തെ സൽഗുണങ്ങളാലും ബഹുമതികളാലും അല്ലാതെ എനിക്ക് സ്വർഗരാജ്യത്തിന് യാതൊരു അർഹതയുമില്ല. ദൈവത്തെയും ദൈവിക രഹസ്യങ്ങളെയും നിരന്തരം ധ്യാനിച്ച് ദൈവസമ്പാദനത്തിൽ മുഴുകാൻ ഞങ്ങളെ അഭ്യസിപ്പിക്കണമേ. ദൈവസേവനത്തേക്കാൾ അത്യുത്തമം ദൈവസമ്പാദനമാണല്ലോ. ദൈവസമ്പാദനത്തേക്കാൾ മഹത്തരമായ മറ്റൊന്നും ചിതലുകളുടെ സങ്കേതമാകുന്ന ഈ ലോകത്തിൽ നിന്ന് ലഭിക്കാൻ ഇടയില്ലെന്ന് മനസ്സിലാക്കി ക്രിസ്തീയ ജീവിതത്തിൽ വിശ്രമമെന്നേ മുന്നേറാൻ ഞങ്ങളെ സഹായിക്കണമേ. നമ്മുടെ ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തികളിലും ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകാൻ നമുക്ക് പരിശ്രമിക്കാം. ധന്യൻ മാർ ഇവാനിയോസ് പിതാവിൻ്റെ ജീവിതം നമ്മെ കൂടുതൽ വിശുദ്ധിയിലേക്കും സ്നേഹത്തിലേക്കും സേവനത്തിലേക്കും നയിക്കട്ടെ.